ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആഗമനകാലം 1-ാം വാരം ശനിയാഴ്ച. വിശുദ്ധ നിക്കോളാസിനെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 10-ാം അധ്യായം 5-6 മുതൽ 8 വരെയുമുള്ള വാക്യങ്ങളാണ്. വളരെ സുന്ദരമായ വരികളോടുകൂടിയാണ് ഈ സുവിശേഷ ഭാഗം ആരംഭിക്കുക. യേശുവിന് അനുകമ്പ തോന്നുകയാണ്. കാരണം എന്താണ്? യേശു കാണുന്നത് രോഗങ്ങളാൽ വലഞ്ഞവരെയാണ്, പലവിധ വ്യാധികളുടെ ഭാരം ചുമക്കുന്നവരെയാണ്. പല ആളുകളും പരിഭ്രാന്തരും നിസ്സഹായരുമാണ്. ഇടയനില്ലാത്ത ആടുകളെ പോലെയാണ് അവർ എന്ന് പറയുമ്പോൾ ഒരു സംരക്ഷണവും ഇല്ലാത്ത, സ്വയം നഷ്ടപ്പെട്ടു പോയ കണക്ക് ജീവിക്കുന്നവരാണവർ. ഇവരെ കാണുമ്പോൾ ഈശോയുടെ ഹൃദയം ഉരുകുകയാണ്. അനുകമ്പ എന്ന് പറയുന്നത് സഹതാപമല്ല. കാരണം സഹതാപം എന്നത് ഇങ്ങനെ ദൂരെ മാറി നിന്ന് ബുദ്ധിമുട്ടുന്ന മനുഷ്യനെ നോക്കി അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് ദൂരേക്ക് മറയുന്നത് മാത്രമാണ്. അത് നിഷ്ക്രിയമാണ്. എന്നാൽ അനുകമ്പ എന്നത് സജീവമാണ്. ഈ അനുകമ്പയിലൂന്നിയാണ് അവർക്കിടയിൽ പഠിപ്പിച്ചും സുവിശേഷം പ്രസംഗിച്ചും സൗഖ്യം നൽകിയും യേശു തൻ്റെ ശുശ്രൂഷ തുടർന്നത്. പിന്നീട് സുവിശേഷത്തിൽ നാം കാണുക, ഈശോ താൻ ചെയ്ത അതേ കാര്യങ്ങൾ തുടർന്ന് ചെയ്യാനായി ശിഷ്യന്മാരോട് ആവശ്യപ്പെടുകയാണ്. അന്ന് അനുകമ്പയുള്ള ഹൃദയത്തോടുകൂടി ഈശോ ചെയ്തതും പിന്നീട് ശിഷ്യന്മാരെ ഏൽപ്പിച്ചതുമായ കാര്യങ്ങൾ ഇന്ന് ഈ ലോകത്തെ തുടരണമെങ്കിൽ യേശുവിൻ്റെ കരങ്ങളും കാലുകളും ശബ്ദവുമായി നമ്മുടെ കരങ്ങളും നമ്മുടെ കാലുകളും നമ്മുടെ ശബ്ദവും മാറണം. സുവിശേഷത്തിലെ അവസാന വാക്കുകൾ ഏറെ സുന്ദരവും വെല്ലുവിളി നിറഞ്ഞതുമാണ്. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. നമുക്കുള്ളതെല്ലാം ദാനമല്ലേ? നമ്മുടെ വിശ്വാസം, നമ്മൾ അനുഭവിക്കുന്ന കരുണ, ലഭിക്കുന്ന സ്നേഹം, കുടുംബം, മറ്റനുഗ്രഹങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നൽകുന്ന ദാനങ്ങൾക്ക് അവിടുന്ന് കണക്ക് വെക്കുന്നില്ലെങ്കിൽ ദാനമായി ലഭിച്ചത് നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ കണക്ക് പറയേണ്ടതുണ്ടോ? ഇന്ന് നാം അനുസ്മരിക്കുന്ന വിശുദ്ധ നിക്കോളാസ് ഇന്നത്തെ സുവിശേഷത്തോട് ഏറെ ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതം നയിച്ച ആളാണ്. യേശുവിനുണ്ടായിരുന്നതുപോലെ അപാരമായ അനുകമ്പ മെത്രാനായ ഈ വിശുദ്ധന് മറ്റു മനുഷ്യരോട് ഉണ്ടായിരുന്നു. സാമ്പത്തിക ഞെരുക്കവും പീഡനങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ചുറ്റുമുള്ള സാധാരണ മനുഷ്യരെ സഹായിക്കാൻ വിശുദ്ധ നിക്കോളാസ് തയ്യാറായി. വിശക്കുന്ന കുടുംബങ്ങൾക്ക് അദ്ദേഹം ഭക്ഷണം നൽകി. പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിനായി അദ്ദേഹം സഹായം നൽകി. തടവറയിലായിരുന്നവരുടെ മോചനത്തിനായും ദുർബലരെ സഹായിക്കാനും സംരക്ഷിക്കാനും അദ്ദേഹം പരിശ്രമിച്ചു. ഇങ്ങനെ അദ്ദേഹം നൽകിയ എല്ലാ സഹായങ്ങളിലും അത് സ്വീകരിച്ചവർ തങ്ങളെ സഹായിച്ചത് ആരാണെന്ന് തിരിച്ചറിയാൻ അദ്ദേഹം അനുവദിച്ചില്ല. ഈ നിക്കോളാസ് ആണ് നമ്മുടെ സാന്താക്ലോസ് അഥവാ ക്രിസ്മസ് അപ്പൂപ്പൻ.